എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടുള്ള സൈമൺ കമ്മീഷനെ പറ്റിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 1919 ഭരണപരിഷ്കാരങ്ങൾ എല്ലാം പ്രായോഗിക അർത്ഥത്തിലും പരാജയപ്പെട്ടതിനാൽ കൂടുതൽ ഭരണപരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യാനായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് 1927 നിയമിച്ച ഒരു കമ്മീഷനാണ് സർ ജോൺ സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമം ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നതാണ്. സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമം ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. സൈമൺ കമ്മീഷന്റെ അധ്യക്ഷൻ സർ ജോൺ സൈമൺ. സൈമൺ കമ്മീഷന്റെ അധ്യക്ഷനാണ് സർ ജോൺ സൈമൺ. സൈമൺ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ 7 പേരായിരുന്നു. സൈമൺ കമ്മീഷനിൽ ആകെ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ജോൺ സൈമൺ കമ്മീഷൻ അംഗങ്ങളും മുംബൈയിൽ എത്തിച്ചേർന്നത് 1928 ഫെബ്രുവരി 3. 1928 ഫെബ്രുവരി 3-നാണ് ജോൺ സൈമണും കമ്മീഷൻ അംഗങ്ങളും മുംബൈയിൽ എത്തിയത്. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിട്ടിരുന്നത് ഇർവിൻ പ്രഭുവാണ്. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു, ലോർഡ് ഇർവിൻ ആയിരുന്നു ഇന്ത്യയിൽ അന്ന് വൈസ്രോയി സ്ഥാനത്ത് ഇരുന്നത്. സൈമൺ കമ്മീഷൻ അംഗം ആയിരുന്നതും പിന്നീട് ബ്രിട്ടനിൽ പ്രധാനമന്ത്രി പദവി വഹിച്ചിട്ടുള്ളതുമായിട്ടുള്ള വ്യക്തിയാണ് ക്ലെമന്റ് ആറ്റ്ലി. ക്ലെമന്റ് ആറ്റ്ലിയാണ് സൈമൺ കമ്മീഷനിൽ അംഗമായിരുന്നതും പിന്നീട് ബ്രിട്ടനിൽ പ്രധാനമന്ത്രി പദവി വഹിച്ചതുമായിട്ടുള്ള വ്യക്തി. സൈമൺ കമ്മീഷനിൽ അംഗമായിരുന്നു, പിന്നീട് ബ്രിട്ടനിൽ പ്രധാനമന്ത്രി പദവി വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ക്ലെമന്റ് ആറ്റ്ലി. സൈമൺ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് വൈറ്റ് മെൻ കമ്മീഷൻ. സൈമൺ കമ്മീഷന്റെ മറ്റൊരു പേരാണ് വൈറ്റ് മെൻ കമ്മീഷൻ. സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാൻ കാരണമെന്താണ്? ഇന്ത്യക്കാരായ ആരും അതിൽ അംഗമല്ലായിരുന്നു. ഇന്ത്യക്കാരായിട്ടുള്ള ഒരാൾ പോലും അതിൽ അംഗം അല്ലാതിരിക്കുന്ന കാരണം കൊണ്ടതാണ് സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാൻ കാരണം. സൈമൺ കമ്മീഷൻ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാൻ കാരണം ഇന്ത്യക്കാരായ ആരും അതിൽ അംഗം അല്ലായിരുന്നു. സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 1927 നടന്ന മദ്രാസ് സമ്മേളനമാണ്. സൈമൺ കമ്മീഷന് എതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് 1927 മദ്രാസ് കോൺഗ്രസ് സമ്മേളനം. 1927 മദ്രാസ് സമ്മേളനത്തിലാണ് സൈമൺ കമ്മീഷന് എതിരെ പ്രമേയം പാസാക്കിയത്. 1927 മദ്രാസ് സമ്മേളനത്തിന്റെ പ്രസിഡന്റായിട്ട് MA അൻസാരിയാണ് ഉണ്ടായിരുന്നത്. 1927 മദ്രാസ് സമ്മേളനത്തിന്റെ പ്രസിഡന്റ് MA അൻസാരി. മദ്രാസിൽ സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രക്ഷോഭം നയിച്ചത് ടി പ്രകാശം. മദ്രാസിൽ സൈമൺ കമ്മീഷന് എതിരെയുള്ള പ്രക്ഷോഭം നയിച്ചത് ടി പ്രകാശമായിരുന്നു. സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ പോലീസ് മർദ്ദനത്താൽ മരണം കൈവരിച്ച നേതാവാണ് ലാലാ ലജ്പത് റായ്. സൈമൺ കമ്മീഷനിൽ എതിരെയുള്ള സമരത്തിൽ പോലീസ് മർദ്ദനത്താൽ മരണം കൈവരിച്ച നേതാവ് ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ് മരണപ്പെട്ടത് 1928 നവംബർ 17. 1928 നവംബർ 17-നാണ് ലാലാ ലജ്പത് റായ് മരണപ്പെട്ടത്. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണമായ ലാത്തി ചാർജിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ സാൻഡേഴ്സൺ എന്ന ബ്രിട്ടീഷ് ഓഫീസറാണ് ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണമായിട്ടുള്ള ലാത്തി ചാർജിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ. ആരാണ്? സാൻഡേഴ്സണെ വധിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. ഭഗത് സിംഗും രാജ്ഗുരും സുഖ്ദേവും ചേർന്നിട്ടാണ് സാൻഡേഴ്സണെ വധിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ. അസംബന്ധങ്ങളുടെ കുമ്പാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട് എന്ന് സൈമൺ കമ്മീഷനെ ആ റിപ്പോർട്ടിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ശിവസ്വാമി അയ്യർ. എന്താണ്? അസംബന്ധങ്ങളുടെ കൂമ്പാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട് എന്ന് സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ വിശേഷിപ്പിച്ചത് ശിവസ്വാമി അയ്യർ. ശിവസ്വാമി അയ്യറാണ്
സൈമൺ കമ്മീഷനെ അസംബന്ധങ്ങളുടെ കൂമ്പാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട് എന്ന് വിശേഷിപ്പിച്ചത്? 1928 മുംബൈയിലെത്തിയ സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യൻ ജനത പ്രതിഷേധിച്ചു നടത്തിയ മുദ്രാവാക്യമാണ് സൈമൺ ഗോ ബാക്ക്. 1928 മുംബൈയിലെത്തിയ സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യൻ ജനത പ്രതിഷേധിച്ച് നടത്തിയ മുദ്രാവാക്യം സൈമൺ ഗോ ബാക്ക്. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചതാരാണ്? യൂസഫ് മെഹർ അലി ആണ് സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത്. യൂസഫ് മെഹർ അലിയുടെ മുദ്രാവാക്യമാണ് സൈമൺ ഗോ ബാക്ക്. 1928 മുംബൈയിലെത്തിയ സൈമൺ കമ്മീഷന് എതിരെ ഇന്ത്യൻ ജനത പ്രതിഷേധിച്ചു നടത്തിയ ഒരു മുദ്രാവാക്യമാണ് സൈമൺ ഗോ ബാക്ക്. സൈമൺ ഗോ ബാക്ക് മുദ്രാവാക്യം ആവിഷ്കരിച്ചത് യൂസഫ് മെഹർ അലി. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം 1930 ആണ്. സൈമൺ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം 1930. സൈമൺ കമ്മീഷൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ സാരമായി സ്വാധീനിച്ചിട്ടുണ്ട്. സൈമൺ കമ്മീഷനും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ സാരമായി സ്വാധീനിച്ചു. സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ: പ്രവിശ്യയിലെ ദ്വിഭരണം അവസാനിപ്പിച്ച് പ്രാതിനിധ്യ സ്വഭാവമുള്ള ഭരണകൂടം പ്രോവിൻസുകളിൽ സ്ഥാപിക്കുക, കമ്മ്യൂണൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രത്യേക നിയോജക മണ്ഡലം, അതായത് സെപ്പറേറ്റ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് എന്ന ആശയം തുടരുക. സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് പറഞ്ഞത്. പ്രവിശ്യയിലെ ദ്വിഭരണം അവസാനിപ്പിച്ച് പ്രാതിനിധ്യ സ്വഭാവമുള്ള ഭരണകൂടം പ്രോവിൻസുകളിൽ സ്ഥാപിക്കുക, കമ്മ്യൂണൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രത്യേക നിയോജക മണ്ഡലം, സെപ്പറേറ്റ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് എന്ന ആശയം തുടരുക. ഇതൊക്കെയാണ് സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. ഇനി സൈമൺ കമ്മീഷനിലെ അംഗങ്ങളെ നോക്കാം നമുക്ക്. സാർ ജോൺ സൈമൺ ആണ് പ്രധാനമായിട്ട് അതിൻ്റെ അധ്യക്ഷനായിട്ടിരുന്നത്. അതോടൊപ്പം മറ്റ് 7 പേരാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ മറ്റ് 6 പേരാണ് ക്ലെമന്റ് ആറ്റ്ലി, ഹാരി ലെവി ലോസൺ, എഡ്വേർഡ് കാർഡിഗൻ, വെർനോൺ ഹാർസ്റ്റോൺ, ജോൺ ലെയ്ൻ ഫോക്സ്, ഡൊണാൾഡ് ഹൊവാർഡ്. സാർ ജോൺ സൈമണും ക്ലെമന്റ് ആറ്റ്ലി, ഹാരി ലെവി ലോസൺ, എഡ്വേർഡ് കാർഡിഗൻ, വെർനോൺ ഹാർസ്റ്റോൺ, ജോർജ് ലെയ്ൻ ഫോക്സ്, ഡൊണാൾഡ് ഹൊവാർഡ് എന്നീ ആൾക്കാരാണ് സൈമൺ കമ്മീഷനിൽ അംഗമായിരുന്നത്. സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാൻലി ബാൾഡ്വിൻ ആണ് സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ച പ്രധാനമന്ത്രി. ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് സ്റ്റാൻലി ബാൾഡ്വിൻ. സൈമൺ കമ്മീഷനെ നിയമിച്ച ഇന്ത്യയുടെ സെക്രട്ടറി ലോർഡ് ബിർക്കൻഹെഡ് ആണ്. സൈമൺ കമ്മീഷനെ നിയമിച്ച ഇന്ത്യയുടെ സെക്രട്ടറി ലോർഡ് ബിർക്കൻഹെഡ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെയും നാട്ടുരാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ഇർവിൻ പ്രഭു നിയമിച്ച കമ്മിറ്റിയാണ് ബട്ട്ലർ കമ്മിറ്റി. ബ്രിട്ടീഷ് ഇന്ത്യയും നാട്ടുരാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ഇർവിൻ പ്രഭു നിയമിച്ച കമ്മിറ്റി ബട്ട്ലർ കമ്മിറ്റിയാണ്. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനാണ് എം.എൻ. റോയ്. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ എം.എൻ. റോയ് ആണ്. സോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ സൈമൺ കമ്മീഷനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ക്ലാസ്സാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി നിങ്ങൾക്ക് വേണമെന്ന ആഗ്രഹമുള്ള ടോപ്പിക്സും ഒക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തിയാൽ അത് ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്ത് നൽകുന്നതാണ്. ഇതുപോലെയുള്ള കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള PSC റിലേറ്റഡ് കണ്ടന്റ് വൈസ് വീഡിയോസും ടോപ്പിക് വൈസ് വീഡിയോസും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ചെറിയ ചാനലിനെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോസും ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഏവർക്കും നന്ദി,
നമസ്കാരം.